മീഡിയ സുഹൃത്തുക്കൾക്കെല്ലാം ജെമിനി സർക്കസിന്റെ സ്നേഹാദരങ്ങൾ. ഞങ്ങളെ സർക്കസ് ഇവിടെ ജെമിനി സർക്കസ് 15 വർഷത്തിന് ശേഷമാണ് ഈ പുത്തരിക്കണ്ടം ഇവിടെ നമ്മുടെ ശക്തൻ തമ്പുരാൻ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈയിങ് ആർട്ടാണ്, നശിച്ചുകൊണ്ടിരിക്കുന്ന കലയാണ്. ഇതിനെ നിലനിർത്തിക്കൊണ്ടുപോവുകയാണ് നമ്മുടെ പ്രൊപ്പറേറ്റേഴ്സ് ജെമിനി ശങ്കരേട്ടൻ്റെ മക്കളായ അജയ് ശങ്കറും അശോക് ശങ്കറും. നമ്മളിവിടെ ഒരു മാസത്തെ പ്രോഗ്രാമിനാണ് വന്നിരിക്കുന്നത്. ദിവസേന 3 പ്രദർശനങ്ങളാണ്. ഉച്ചക്ക് 1 മണി, വൈകുന്നേരം 4 മണി, രാത്രി 7 മണി. 2 മണിക്കൂർ നീണ്ട പ്രോഗ്രാമാണ്. ഇതിൽ ഏകദേശം 28-29 ഐറ്റം ഉണ്ട് 2 മണിക്കൂർ നേരത്തേക്ക്. പത്രസുഹൃത്തുക്കളും ചാനലുകാരെല്ലാം കൂടി ഞങ്ങളെ സംരംഭം വിജയിപ്പിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓ 15 വർഷമായി. ഞങ്ങൾ വടക്കേ സ്റ്റാൻഡിൽ കളിച്ചതാണ്. അതായത് അന്ന് ഈ ശക്തൻ തമ്പുരാൻ കിട്ടിയിരുന്നില്ല, എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ജെമിനി കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞങ്ങളെന്ന് പറഞ്ഞാല് ഒരു 10-15 വർഷത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത്. 15 വർഷമായി ഏകദേശം ജെമിനി വന്നിട്ട്, ശക്തൻ തമ്പുരാനിൽ വന്നിട്ട്. അത് കൃത്യമായിട്ട് അറിയാം. നമ്മളെ ഇങ്ങനെ ഇന്ത്യ മുഴുവനും കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, ബോംബെ, കൽക്കട്ട. ഓ മൃഗങ്ങളെല്ലാം ഗവൺമെന്റിന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണല്ലേ. ഇത് കോമ്പൻസേഷൻ ഇല്ല, ഞങ്ങൾ കോമ്പൻസേഷൻ വാങ്ങിയില്ല. ഗവൺമെന്റ് തരാൻ തയ്യാറായിരുന്നു. ഞങ്ങൾ ഈ ശങ്കരേട്ടന് ഏകദേശം 3-4 സർക്കസ് ഉണ്ടായിരുന്നു. ജംബോ, ജെമിനി, റോയൽ, ഇങ്ങനെ എല്ലാത്തിലും കൂടി ഒരു 40 എലിഫൻസ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ജിറാഫ്, ടൈഗർ, ലയണ് എല്ലാം പല ഇന്ത്യയിലെ പല ജൂലും തിരുവനന്തപുരത്തും കൊടുത്തിട്ടുണ്ട്. ടൈഗർ ഫ്രീ ആയിട്ടാണ്, കോമ്പൻസേഷൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പൊ അതിന് പകരമായിട്ട് ഈ റോബോട്ടിക് ആനിമൽസ്, പിന്നെ വിദേശ കലാകാരന്മാർ. ഈ ജെമിനി സർക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 വർഷമായി തുടങ്ങിയിട്ട്. ഇപ്പോ നമ്മുടെ മെറനാം ജോക്കർ, MGRന്റെ പറക്കും പാവേ, അങ്ങനെ ഒരുപാട്, കമലഹാസന്റെ അപൂർവ സഹോദരങ്ങൾ, ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ റോബോട്ടിക് അനിമൽസ് ഉണ്ട്. കുട്ടികൾക്ക് വളരെ അട്രാക്റ്റീവ് ആണ്. ആനയല്ല, മറ്റേ ഹിപ്പോപ്പൊട്ടാമസ്, ടൈഗർ, ലയൺ, അങ്ങനെ ആയിട്ടുള്ള റോബോട്ടിക് അനിമൽസ്. അതിങ്ങനെ മൂവ് ആവും. ആന ഇല്ല, അതിന്റെ സ്റ്റാച്യു ഉണ്ടാവും. ഇപ്പൊ ജീവനോടൊന്നും വെക്കാൻ പാടില്ല, ബാനായി കഴിഞ്ഞു മേനകാ ഗാന്ധി. ഇതിലിപ്പോ ഏകദേശം 100 കലാകാരന്മാരും കലാകാരികളും മാത്രം. സപ്പോർട്ടിങ് സ്റ്റാഫ് എല്ലാം കൂടി 150 പേരുണ്ട്. 150 പേര്. ആൾക്കാര് ഉള്ളത് കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത്. കുട്ടികൾ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. 2 മണിക്കൂർ നല്ല പ്രോഗ്രാമാണ്, ബോറടിക്കാത്ത പ്രോഗ്രാമാണ്. മറ്റുള്ള സർക്കസിലില്ലാത്ത ഐറ്റങ്ങളാണ് ജെമിനി ജംബോയിലുള്ളത്. ഓ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വിദേശ കലാകാരന്മാര് അവര് 6 പേരുണ്ട്. അതിൽ 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാം നമ്മുടെ പഴയ ആർട്ടിസ്റ്റുകളാണ്, ലേഡീസ് ആർട്ടിസ്റ്റ്. എല്ലാവരും കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂ എടുക്കാം. നാട്ടിൽ നിന്ന് നമ്മളെ കേരളത്തിൽ നിന്നായിരുന്നു പണ്ട് പ്രഗത്ഭരായ കളിക്കാരെല്ലാം. ഇപ്പൊ കേരളത്തിലില്ല, ആരും വരുന്നില്ലല്ലോ. അത് ഇതൊരു ഡൈയിങ് ആർട്ടാണ്, നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കേരള ഗവൺമെന്റ് ഡ്രാമയുടെ ആക്ടിലാണ്. നമുക്ക് ഡ്രാമയുടെ ആക്ടിലായതുകൊണ്ട് അതിന്റെ ആനുകൂല്യം. പിന്നെ സർക്കസ് കലാകാരന്മാർക്ക് കേരള ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ത്രൂവില് നമുക്ക് ഗ്രൗണ്ട് കിട്ടാൻ വലിയ ഒരു കൺസെഷൻ റേറ്റിൽ ഗ്രൗണ്ട് കിട്ടണം. സർക്കസിന് ഒരു കലയാണല്ലേ.
ടിക്കറ്റ് നിരക്കൊക്കെ എങ്ങനെയാ? ടിക്കറ്റ് നിരക്ക് 150, 250, 350, 450. ഓ കോർപ്പറേഷൻ എന്നാലും പോരാ, നമുക്ക് ഗ്രൗണ്ട് കൺസെഷൻ റേറ്റിൽ കൊടുക്കണം. കോർപ്പറേഷന്റെ സഹകരണം ഉണ്ട്, അതുകൊണ്ടാണ് ഗ്രൗണ്ട് കിട്ടിയത്. ഇവിടെ സുനിത, മിസ് സുനിത, സാനിയ, ഹിന്ദി സുനിത ലാമ. നേപ്പാളിലാണ്. നമ്മളെ കൂടെ ഒരു 10-20 വർഷമായി ഇവരൊക്കെ. സാനിയ ആസാം. थापा सानिया थापा. Abdul Latif Ali. Abdul Latif Ali. Abdul Latif Ali. Ali from Africa. Abdul Latif Ali. और From Africa, Tanzania. उसका नाम Joseph Temu. बाकी 4 आदमी का नाम बताओ. So we are do item. മതിയല്ലേ? മഹേഷ് മാറോളി. സേതു മോഹനൻ. മാനേജർ. ഏജൻസിയാണ് ലാവ കമ്മ്യൂണിക്കേഷൻ. वो तो बोला सपोर्ट बहुत करता है सपोर्ट. वो റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഈ ഹിന്ദി അറിയുള്ളൂ. നമ്മളിവിടെ കുറേ ആയി. നമ്മൾ കായംകുളത്തൊക്കെ പോയിട്ട് കിടക്കുമ്പോ കൂടെ ഉണ്ടായിരുന്നു. സർക്കസിന് നമ്മുടെ ഓണർ എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്. അവര് പറയുന്നത് നിങ്ങളെ ഒന്ന് നമ്മളെ എൻകറേജ് ചെയ്യണം എന്ന് പറയും, വിജയിപ്പിക്കണം എന്ന് പറയും. हिंदी में बोलो ना, हिंदी जानता है सब. हिंदी केरला में बोलो. सानिया भी बोलो.